പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ കാട്ടിൽ കിടക്കുന്ന ആനയെ എന്തിനാണ് ഇങ്ങനെ നാട്ടിൽ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തുന്നത്? ഇതിനെയെല്ലാം കാട്ടിൽ കൊണ്ടുപോയി വിട്ടുകൂടെ എന്ന്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, ഇതല്ലേ ശരിയെന്ന്. ജീവജാലങ്ങളോടുള്ള, പ്രത്യേകിച്ച് മൃഗങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ ആ ചോദ്യത്തിൽ അർത്ഥമുണ്ട്. അതല്ല, നിങ്ങൾ ശവാഹാരം കഴിച്ചുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം മറ്റൊന്നായിരിക്കും. എല്ലാ ജീവജാലങ്ങൾക്കും ഇതേ നിയമം ബാധകമാണ്. പോത്തിനും കാളയ്ക്കും പന്നിക്കും എല്ലാത്തിനും, കടലിൽ കിടക്കുന്ന മീനുമെല്ലാം ഇതേ അവകാശങ്ങളുണ്ട്. എല്ലാ ജീവജാലങ്ങളോടും സ്നേഹമുണ്ടാവണം. ആനയെ ദ്രോഹിക്കുന്നവരുമുണ്ട്, ആനയെ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കുന്നവരുമുണ്ട്, ദൈവത്തെപ്പോലെ തന്നെ കാണുന്നവരുമുണ്ട്. എല്ലാത്തരം ആളുകളും ഇവിടെയുണ്ട്. ഒരു കാലത്ത് ആനകളെ അധ്വാനത്തിനായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ആനന്ദനത്തിന് വേണ്ടിയിട്ടാണ്, ഉത്സാഹത്തിന് വേണ്ടിയിട്ടാണ്, ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആനകൾക്ക് പിന്നെയും സുരക്ഷിതത്വം നമ്മുടെ നാട് തന്നെയാണ്. നമ്മുടെ കാടുകളിൽ എന്ത് സുരക്ഷിതത്വമാണ് മൃഗങ്ങൾക്കുള്ളത്, ആനകൾക്കുള്ളത്? ആനകളെയും മൃഗങ്ങളെയും എല്ലാം കാടുകളിൽ കൊണ്ടുവിടുന്നു. നല്ല ഒരു ഐഡിയയാണ്. പക്ഷേ കാട്ടിലുള്ള വനം കൊള്ളക്കാരെയും കാട്ടിൽ കിടക്കുന്ന നക്സലുകളെയും മാവോയിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകാരെയും നാട്ടിൽ കൊണ്ടുവരണം. എന്നിട്ട് ഈ മൃഗങ്ങളെയെല്ലാം കാട്ടിൽ കൊണ്ടുവിടണം. അതല്ലേ നല്ലത്? ഇവരുടെ ആരോഗ്യമാണ്, ഇവരുടെ സംരക്ഷണമാണ്, മൃഗസംരക്ഷണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, ഇല്ലേ? മാംസാഹാരം കഴിച്ചുകൊണ്ടാണ് നമ്മളിത് പറയുന്നതെങ്കിൽ ഇത് പറയാൻ പോലുള്ള അർഹത നമുക്കും ഇല്ല. ഞാനിത് പറയുമ്പോൾ തന്നെ വനം കൊള്ളയേക്കാൾ കൂടുതൽ പകൽക്കൊള്ള ആനയുടെ പേരിൽ നടക്കുന്ന നാടാണ് നമ്മുടേത്. കരയിലെ ഏറ്റവും വലിയ ജീവിയുടെ പേരിലുള്ള ക്രൂരതയും ഏറ്റവും ചെറിയ ജീവിയുടെ പേരിലുള്ള ക്രൂരതയും ക്രൂരത തന്നെയാണ്. ആനയുടെ സുരക്ഷയും രക്ഷയും ആരോഗ്യവും നിലനിൽപ്പും ആന പരിപാലനവുമെല്ലാം വളരെ ശാസ്ത്രീയമാകേണ്ടതുണ്ട്. അതിൽ കാലങ്ങളായിട്ട് വന്നു ഭവിച്ചിട്ടുള്ള ന്യൂനതകൾ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. എല്ലാ ജീവികളിലും ആത്മാവിനെയും ജീവനെയും ശരീരത്തെയും നമ്മൾ കാണേണ്ടതുണ്ട്. എല്ലാ വിഷയത്തിലും കലഹിക്കുന്നവരല്ല, എല്ലാ വിഷയത്തിലും അറിവ് കൊണ്ട് ഒന്നാകുന്നവരായിട്ട് നമുക്ക് മാറുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ആനവിശേഷം, ആനക്കാരി.